എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 18 മോക്ഷസന്യാസ യോഗം 35-ാമത്തെ ശ്ലോകത്തിൽ കഴിഞ്ഞ ഭാഗത്ത് താമസധൃതിയെക്കുറിച്ചാണ് പറഞ്ഞു നിർത്തിയത്. 36-ാമത്തെ ശ്ലോകത്തിൽ സുഖവും ഗുണഭേദമനുസരിച്ച് 3 വിധത്തിലുണ്ട്, അതാണ് വിവരിക്കാൻ തുടങ്ങുന്നത്. നോക്കാം. ശ്ലോകം 36. സുഖം ത്വിദാനിം ത്രിവിധം ശൃണു മേ ഭരതഋഷഭ അഭ്യാസാത് രമതേ യത്ര ദുഃഖാന്തം ന നിഗച്ഛതി. ഭരതഋഷഭ, അല്ലയോ അർജുന, അഭ്യാസാത് നിത്യാഭ്യാസം കൊണ്ട് എത്ര രമതേ, ഏതൊരു സുഖത്തിൽ മനുഷ്യൻ രമിക്കുകയും ദുഃഖാന്തം നിഗച്ഛതീച്ച, ദുഃഖമറിയാതിരിക്കുകയും ചെയ്യുന്നുവോ, ത്രിവിധം സുഖം തു, 3 വിധത്തിലുള്ള ആ സുഖത്തെക്കുറിച്ച് ഇദാനിം മേ ശൃണു, ഇനി ഞാൻ പറയാം, നീ കേട്ടോളൂ. അല്ലയോ അർജുന, നിത്യമായ അഭ്യാസം കൊണ്ട് ഒരിക്കലും ദുഃഖമറിയാത്ത വിധം സ്ഥായിയായ സുഖത്തിലെത്തിച്ചേരാൻ കഴിയുന്ന 3 വിധത്തിലുള്ള ആ സുഖത്തെക്കുറിച്ച് ഞാൻ പറയാം, കേട്ടോളൂ. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതും പരിശ്രമിക്കുന്നതും എന്തിനു വേണ്ടിയിട്ടാണ്? സുഖത്തിന് വേണ്ടിയിട്ടാണ്, അല്ലേ? എന്നാൽ അനുഭവത്തിൽ പലപ്പോഴും ദുഃഖമായിരിക്കും. ഈ ദുഃഖത്തിൻ്റെ കാരണം കണ്ടെത്താനും ചില തിരുത്തലുകൾ വരുത്തി കഴിഞ്ഞാൽ സുഖത്തിലേക്ക് എത്താനുമുള്ള വഴികളാണ് ഭഗവാൻ ഇനി പറയുന്നത്. ശ്രദ്ധിച്ച് കേട്ടോളൂ. അതിനു മുൻപ് 36-ാമത്തെ ശ്ലോകം ഒന്നുകൂടെ നോക്കാം. സുഖം ത്വിദാനിം ത്രിവിധം ശൃണു മേ ഭരതഋഷഭ അഭ്യാസാത് രമതേ യത്ര ദുഃഖാന്തം ന നിഗച്ഛതി. ശ്ലോകം 37. യത്തദഗ്രേ വിഷമിവ പരിണാമേ മർദോപമം തത്സുഖം സാത്വികം പ്രോക്തം ആത്മബുദ്ധിപ്രസാദജം. യത് അഗ്രേ വിഷം ഇവ, ഏത് സുഖം തുടക്കത്തിൽ വിഷം പോലെയും പരിണാമേ അമൃതോപമം, ഒടുക്കം അമൃത് പോലെയും ഇരിക്കുന്നുവോ, ആത്മബുദ്ധിപ്രസാദജം, ആത്മബോധത്തിൻ്റെ ആ തെളിമയിൽ നിന്നുണ്ടാകുന്ന തത്സുഖം സാത്വികം, ആ സുഖം സാത്വികമാണ്. ആരംഭത്തിൽ വിഷം പോലെയും അവസാനം അമൃത് പോലെയും തോന്നുന്ന സുഖം സാത്വികമാണ്. ഈ സുഖം എങ്ങനെ ഉണ്ടാവും? ആത്മബോധത്തിൻ്റെ തെളിമയിൽ നിന്നുണ്ടാകും എന്ന്. ആത്മനിയന്ത്രണത്തിൻ്റെയും ആത്മസംയമനത്തിൻ്റെയും ഫലമായി ഉണ്ടാകുന്ന സുഖമാണ് ശരിയായ സുഖം എന്ന്. ഇത് എളുപ്പം കിട്ടില്ല. പിന്നെ എന്തു വേണം? കഠിനമായ പരിശ്രമം വേണം. ഇതിന് ഉദാഹരണമായിട്ട് യോഗയൊക്കെ നമുക്ക് പറയാം. തുടക്കത്തിൽ ദുഃഖമായിട്ടും ഒടുക്കം അമൃതമായിട്ടും ഒക്കെ തോന്നും. അത് നിലനിർത്തി കൊണ്ടുപോകാനും പാടാണ്. അത് സാത്വികമാണ്. ആത്മനിയന്ത്രണവും ആത്മസംയമനവും ഒക്കെ ഉണ്ടാകും യോഗ കൊണ്ട്. 37-ാമത്തെ ശ്ലോകം ഒന്നുകൂടെ നോക്കാം. യത്തദഗ്രേ വിഷമിവ പരിണാമേ മൃതോപമം തത്സുഖം സാത്വികം പ്രോക്തം ആത്മബുദ്ധിപ്രസാദജം. രാജസസുഖത്തെക്കുറിച്ചാണ് 38-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. നോക്കാം. ശ്ലോകം 38. വിഷയേന്ദ്രിയ സംയോഗാത് യത്തദഗ്രേ അമൃതോപമം പരിണാമേ വിഷമിവ തത്സുഖം രാജസം സ്മൃതം. യത് സുഖം, ഏതൊരു സുഖമാണോ, വിഷയേന്ദ്രിയ സംയോഗാത്, വിഷയങ്ങളുടെയും ഇന്ദ്രിയങ്ങളുടെയും സംയോഗത്തിൽ നിന്നുണ്ടാകുന്നത് കൊണ്ട്, അഗ്രേ അമൃതോപമം, തുടക്കത്തിൽ അമൃത് പോലെയും, പരിണാമേ വിഷം ഇവ, ഒടുക്കം വിഷം പോലെയും ഇരിക്കുന്നത്, തത്സുഖം രാജസംസ്മൃതം, ആ സുഖം രാജസമാണ് എന്ന്. വിഷയങ്ങളുടെയും ഇന്ദ്രിയങ്ങളുടെയും ബന്ധത്തിൽ നിന്നുണ്ടാകുന്ന സുഖം തുടക്കത്തിൽ അമൃത് പോലെയും ഒടുക്കം വിഷം പോലെയും അനുഭവപ്പെടും, അത് രാജസമാണ് എന്ന്. ഇന്ദ്രിയങ്ങളും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ചേരുമ്പോൾ ഉണ്ടാകുന്ന സുഖം വളരെ ക്ഷണികമാണ്. മാത്രമല്ല, ഇത് അനുഭവിക്കുമ്പോൾ തന്നെ ഇത് നഷ്ടപ്പെട്ടു പോകുമോ എന്ന ചിന്തയൊക്കെ ദുഃഖത്തിന് കാരണമായി തീരും. ഇത് രാജസമാണ് എന്ന്. 38-ാമത്തെ ശ്ലോകം ഒന്നുകൂടെ നോക്കാം. വിഷയേന്ദ്രിയ സംയോഗാത് യത്തദഗ്രേ അമൃതോപമം പരിണാമേ വിഷമിവ തത്സുഖം രാജസം സ്മൃതം. 39-ാമത്തെ ശ്ലോകത്തിൽ താമസസുഖത്തെക്കുറിച്ചാണ് പറയുന്നത്. നോക്കാം. ശ്ലോകം 39. യദഗ്രേ ച അനുബന്ധേ ച സുഖം മോഹനമാത്മന നിദ്രാലസ്യ പ്രമാദോത്ഥം തത്താമസമുദാഹൃതം. യത് സുഖം, ഏതൊരു സുഖമാണോ, നിദ്ര ആലസ്യ
പ്രമാദോത്ഥം, നിദ്ര, ആലസ്യം, പ്രമാദം ഇവയിൽ നിന്ന് ഉണ്ടാകുന്നതും അഗ്രേച അനുബന്ധേച്ച ആദ്യ അവസാനം ആത്മന മോഹനം ആത്മാവിനെ മയക്കുന്നതുമായിട്ടുള്ള തത് താമസം ഉദാഹൃതം അത് താമസസുഖമാണ് എന്ന്. നിദ്ര, ആലസ്യം, പ്രമാദം ഇവയിൽ നിന്നുണ്ടാകുന്നതും ആദ്യാവസാനം ആത്മാവിനെ മയക്കുന്നതുമായ സുഖം താമസമാണ്. ഇതെല്ലാം മനുഷ്യൻ്റെ സംസ്കാരത്തെ ദുഷിപ്പിക്കുന്നതാണ്. നിദ്ര, ഉറക്കം അവസ്ഥയിൽ ആത്മമഹിമയെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല. തത്വബോധമില്ലായ്ക എന്നൊക്കെ പറയാതിന്. ആലസ്യം, വേണ്ട പോലെ ചിന്തിക്കാനും പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാനും ഉള്ള കഴിവില്ലാത്ത അവസ്ഥയ്ക്കാണ് എന്ത് പറയുന്നത് ആലസ്യം എന്ന്. പിന്നെ പ്രമാദം, വെല്ലുവിളികളെ ഏറ്റെടുക്കാനുള്ള കഴിവില്ലാത്ത അവസ്ഥ. ഇതെല്ലാം കുറച്ച് നാൾ തുടർന്നുകൊണ്ട് പോയി കഴിഞ്ഞാൽ അധപ്പതനത്തിലേക്കും മൃഗീയ അവസ്ഥയിലേക്കും ഒക്കെ മാറും. അത് വളരെ താമസമാണ് എന്ന്. 39-ാമത്തെ ശ്ലോകം ഒന്നുകൂടെ നോക്കാം. യദഗ്രേച അനുബന്ധേച സുഖം മോഹനമാത്മന നിദ്ര, ആലസ്യ, പ്രമാദോത്ഥം തത്താമസമുദാഹൃതം. ശ്ലോകം 40. ന തദസ്തി പൃഥിവ്യാം വാ ദിവി ദേവേഷു വാ പുനഃ സത്വം പ്രകൃതിജൈർമുക്തം യദേഭിഃ സ്യാത് ത്രിഭിർഗുണൈ. പ്രകൃതിജങ്ങളായ ഏഭി ത്രിഭി ഗുണൈർമുക്തം ഈ ത്രിഗുണങ്ങളിൽ നിന്നും വേർപെട്ട വിഭിന്നങ്ങളായ സത്വം യത് സ്യാത് തത് ഒരു ജീവിയും പൃഥിവ്യാം വാ ഭൂമിയിൽ എന്നല്ല പുന ദിവി ദേവേഷു വാ സ്വർഗത്തിൽ ദേവന്മാരുടെ ഇടയിൽ പോലും ന അസ്തി ഉണ്ടാവില്ല. ഈ സത്വരജസ്തമോ ഗുണങ്ങൾ കലരാത്ത ഒരു ജീവിയും ഭൂമിയിൽ എന്നല്ല സ്വർഗത്തിൽ ദേവന്മാരുടെ ഇടയിൽ പോലും ഉണ്ടാവില്ല എന്ന്. നമ്മളെല്ലാവരിലും ഉണ്ട് ഈ ത്രിഗുണങ്ങൾ. ഈ ത്രിഗുണങ്ങളുടെ അതിർത്തി മറികടന്ന് ഒരിക്കലും ആർക്കും പ്രവർത്തിക്കാൻ സാധിക്കില്ല. പ്രകൃതി തന്നെ ത്രിഗുണാത്മകമാണ്. 40-ാമത്തെ ശ്ലോകം ഒന്നുകൂടെ നോക്കാം. ന തദസ്തി പൃഥിവ്യാം വാ ദിവി ദേവേഷു വാ പുനഃ സത്വം പ്രകൃതിജൈർമുക്തം യദേഭിഃ സ്യാത് ത്രിഭിർഗുണൈ. ശ്ലോകം 41. ബ്രാഹ്മണ ക്ഷത്രിയ വിശാം ശൂദ്രാണാം ച പരന്തപ കർമാണി പ്രവിഭക്താനി സ്വഭാവ പ്രഭവൈർഗുണൈ. പരന്തപ, അല്ലയോ അർജുന, ബ്രാഹ്മണ ക്ഷത്രിയ വിശാം ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യന്മാരുടെയും ശൂദ്രാണാം ച കർമാണി ശൂദ്രന്മാരുടെയും കർമ്മങ്ങളെ സ്വഭാവ പ്രഭവൈർ ഗുണൈ അവരുടെ സ്വഭാവ ഗുണങ്ങൾക്കനുസരിച്ചാണ് പ്രവിഭക്താനി വേർതിരിച്ചിരിക്കുന്നത്. ഗുണഭേദമനുസരിച്ച് ഗുണവ്യത്യാസമനുസരിച്ച് സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് വെവ്വേറെ കർത്തവ്യങ്ങൾ, കർമ്മങ്ങൾ, പ്രവൃത്തികൾ പറഞ്ഞിരിക്കുന്നു. എല്ലാവരും അവരവരുടെ മേഖലയിൽ പ്രവർത്തിച്ച് അതിനെ മറികടന്ന് സത്വഗുണ സമ്പന്നരാകുക എന്നതായിരുന്നു അതിൻ്റെ ലക്ഷ്യം. അല്ലാതെ ഏതെങ്കിലും ഒരു കുടുംബത്തിൽ ജനിച്ചാൽ ബ്രാഹ്മണനോ ക്ഷത്രിയനോ ആകുന്നതായിരുന്നില്ല ചാതുർവർണ്ണ്യത്തിൻ്റെ ലക്ഷ്യം, കൺസെപ്റ്റ്. ഇതെല്ലാം നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതാണ്. ശ്ലോകം ഒന്നുകൂടെ നോക്കാം. ബ്രാഹ്മണ ക്ഷത്രിയ വിശാം ശൂദ്രാണാം ച പരം തപ കർമാണി പ്രവിഭക്താനി സ്വഭാവ പ്രഭവൈർഗുണൈ. ശ്ലോകം 42. ശമോദമ തപ ശൗചം ക്ഷാന്തിരാർജവമേവ ച ജ്ഞാനം വിജ്ഞാനമാസ്തിക്യം ബ്രഹ്മകർമ്മ സ്വഭാവജം. ശമ ദമ തപ ശൗചം. ശമം ദമം തപസ് ശൗചം ക്ഷാന്തി ആർജവം ക്ഷമാശീലം നേർവഴിക്കുള്ള പോക്ക്. നേർവഴിക്കുള്ള പോക്ക് എന്ന് വെച്ചാൽ വക്രത്വമില്ലായിക. ജ്ഞാനം വിജ്ഞാനം ശാസ്ത്രപരിജ്ഞാനം തത്വാനുഭൂതി ആസ്തിക്യം ഏവ ച ആസ്തിക്യബുദ്ധി ഇവയെല്ലാം സ്വഭാവജം ബ്രഹ്മകർമ്മ സ്വാഭാവികമായ ബ്രാഹ്മണ കർമ്മങ്ങളാണ്. ശമം ദമം തപസ് ശൗചം ക്ഷമാശീലം നേർവഴിക്കുള്ള പോക്ക്, അതായത് വക്രത്വമില്ലായിക, ശാസ്ത്രപരിജ്ഞാനം, വിജ്ഞാനം, ആസ്തിക്യബുദ്ധി ഇവയെല്ലാം വളർത്തി ആത്മവികാസം നേടുക എന്നതാണ് ബ്രാഹ്മണന്റെ ധർമ്മം എന്ന്. ശമം മനസ്സിനെ ഓരോ വിഷയങ്ങളിലേക്ക് പോകാതെ നിയന്ത്രിക്കലാണ് ശമം. ദമം ഇന്ദ്രിയ നിയന്ത്രണം. തപസ് എന്ന് പറഞ്ഞാൽ ആത്മവികാസത്തിന് വേണ്ടിയുള്ള ശാരീരികവും മാനസികവും ആത്മീയവുമായ ഏകാഗ്രത. ശൗചം എന്ന് പറഞ്ഞാൽ ബാഹ്യവും ആന്തരികവുമായ ശുദ്ധി. ക്ഷാന്തി ക്ഷമാശീലം. ആർജവം വക്രത്വമില്ലായിക.
ഇതാറും സാത്വികരായ ബ്രാഹ്മണരുടെ ദിനചര്യയിൽപ്പെടുന്ന കാര്യങ്ങളാണ്. പിന്നെ വരുന്നത് 3 ജ്ഞാനം, വിജ്ഞാനം, ആസ്തിക്യം. ജ്ഞാനം എന്ന് പറഞ്ഞാൽ അറിവ്, വിജ്ഞാനം എന്ന് പറഞ്ഞാൽ അനുഭവത്തിൽ കൂടെയുള്ള അറിവ്. ആസ്തിക്യ ബുദ്ധിയാണ് ജ്ഞാനത്തെ വിജ്ഞാനം അനുഭവജ്ഞാനമാക്കി മാറ്റുന്നത്. ജ്ഞാനവും വിജ്ഞാനവും ആസ്തിക്യ ബുദ്ധിയും വളർത്തി ആത്മവികാസം നേടുക എന്നതാണ് ബ്രാഹ്മണൻ്റെ ധർമ്മം എന്ന് ചുരുക്കം. 42ാമത്തെ ശ്ലോകം ഒന്നുകൂടെ നോക്കാം. ശമോദമ തപ ശൗചം ക്ഷാന്തിരാർജവമേവ ച ജ്ഞാനം വിജ്ഞാനമാസ്തിക്യം ബ്രഹ്മകർമ്മ സ്വഭാവജം. ക്ഷത്രിയധർമ്മത്തെക്കുറിച്ചാണ് 43ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. അത് അടുത്ത ഭാഗത്ത് നോക്കാം. ഇന്നിവിടെ നിർത്തുന്നു. ഒരിക്കൽ കൂടെ എല്ലാവർക്കും നമസ്കാരം.